ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലെ 7ാം അധ്യായമായ സമ്പദ്ശാസ്ത്ര ചിന്തകൾ എന്ന പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇതിനു മുന്നേ നാം മുൻ ക്ലാസ്സുകളിൽ എന്താണ് ഉൽപ്പാദനമെന്നും സാമ്പത്തിക ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്നും കുറച്ച് പാശ്ചാത്യ, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര ചിന്തകന്മാരെയും കുറിച്ച് നാം മനസ്സിലാക്കി. അതിൽ ആഡം സ്മിത്ത്, കാൾ മാർക്സ്, ആൽഫ്രഡ് മാർഷൽ, ലയണൽ റോബിൻസ്, പോൾ എ സാമുവൽസൺ എന്നീ പാശ്ചാത്യ സാമ്പത്തിക ശാസ്ത്ര ചിന്തകരെയും ചാണക്യൻ, ദാദാഭായ് നവറോജി എന്നീ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര ചിന്തകരെയും നാം മനസ്സിലാക്കി. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി എന്ന് കേട്ടാൽ നമുക്ക് പലതരത്തിലുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലെത്തും. നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള സേവനങ്ങളും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ മാത്രമല്ല, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര രംഗത്തും വലിയൊരു സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. ഈ വീഡിയോയിലൂടെ നമുക്ക് ഗാന്ധിജിയും സാമ്പത്തിക ശാസ്ത്രവും എന്ന ഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ആദ്യമായി അദ്ദേഹത്തിൻ്റെ വാക്യത്തിലൂടെയാണ് നാം അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല. 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് ഒക്കെ എളുപ്പത്തിൽ ലഭിക്കാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തു മനസ്സിലായി? അതെ, അദ്ദേഹം പ്രധാനമായി ഊന്നൽ നൽകിയിരിക്കുന്നത് മൂലധനത്തിനാണ്. നമ്മുടെ ഇന്ത്യക്ക് ആവശ്യം, നമ്മുടെ ഇന്ത്യയിൽ പണ്ട് നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥയാണ് പണവും സമ്പത്തും വസ്തുവും എല്ലാം കുറച്ചു പേരിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരവസ്ഥ. അത് ജാതിയാവട്ടെ സമ്പത്താവട്ടെ, ജാതിയുടെ പേരിലും സമ്പത്തിൻ്റെ പേരിലുമെല്ലാം ഒരു തരംതിരിവ് നിലനിന്നിരുന്നു. അങ്ങനെ ചിലരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കരുത് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം എന്നും അത് നമ്മുടെ 7.5 ലക്ഷം വരുന്ന ഗ്രാമങ്ങളിലെ എല്ലാ ജനങ്ങൾക്കും തുല്യമായി ലഭിക്കണമെന്നുമുള്ള ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചത്. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്ന ആശയമാണ് മഹാത്മാഗാന്ധി സാമ്പത്തിക ശാസ്ത്രത്തിന് നൽകിയ ഒരു ആശയം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായ സംഭാവനകൾ നൽകിയത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിയായ ഹിന്ദ് സ്വരാജിൽ, അതായത് 1909 അദ്ദേഹം പ്രസിദ്ധീകരിച്ച, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഒരു സാമ്പത്തിക ശാസ്ത്രമാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം തൻ്റെ ആശയങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന്, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയും ധാർമ്മിക മൂല്യങ്ങൾക്കുമാണ് അദ്ദേഹം കൂടുതലായി പ്രാധാന്യം നൽകിയിരുന്നത്. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സമയത്തായാലും അദ്ദേഹം ഊന്നൽ പിടിച്ച
ഒന്നാണ് സത്യവും അഹിംസയും ധർമ്മവുമെല്ലാം. ആ ഒരു വ്യവസ്ഥ അദ്ദേഹം തുടക്കം മുതലേ കാണിക്കുന്നുണ്ട്. അത് ഈ സാമ്പത്തിക ശാസ്ത്ര ചിന്തയിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാത്മാഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ് എന്ന മഹത്തായ ആശയം സമ്പദ്ശാസ്ത്ര രംഗത്ത് പുതിയ ചിന്തകൾക്ക് വഴിതെളിച്ചു. ഏതാണ് ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം? ഇതിൽ അദ്ദേഹം സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് എന്നതിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത്. നാം നേരത്തെ പറഞ്ഞതുപോലെ സത്യവും അഹിംസയും അദ്ദേഹം മുറുകെ പിടിച്ചിട്ടാണ് ഈ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള ആശയവും മുന്നോട്ട് വെച്ചത്. ഇനി വ്യക്തമായി നമുക്ക് എന്താണ് ട്രസ്റ്റിഷിപ്പ് എന്ന് നോക്കാം. മുതലാളി തനിക്ക് മാത്രമായുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും സമ്പത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതാണ് എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. നാം ആദ്യം ചർച്ച ചെയ്തതുപോലെ സമ്പത്തും ധനവും എല്ലാം കുറച്ച് പേരിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കാലമായിരുന്നു പണ്ടു നിലനിന്നിരുന്നത്. ആ അവസ്ഥയിൽ നിന്ന് എന്നാൽ ഇതിലെ പണിയെടുക്കുന്നതിനും മറ്റുമായി മറ്റ് തൊഴിലാളി സമൂഹവും ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് അതിനു വേണ്ടത്ര വേതനം ലഭിച്ചിരുന്നതുമില്ല. ഈ സാഹചര്യത്തിൽ മുതലാളിയുടെ കയ്യിലുണ്ടാവുന്ന ധനം എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? തൊഴിലാളി ചെയ്യുന്ന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് കിട്ടുന്ന കൂടുതൽ കാശും എന്ന് പറയുന്നത്, അതായത് പണവും എന്ന് പറയുന്നത്. ഈ അവസരത്തിൽ മുതലാളി തനിക്കായുള്ള അവരുടെ കയ്യിലുള്ള ഉടമസ്ഥാവകാശം ത്യജിച്ചു കൊണ്ടിട്ട് ആ സമ്പത്ത് മറ്റുള്ള എല്ലാ ജനങ്ങൾക്കുമുള്ള സമ്പത്താക്കി മാറ്റി അത് അവരൊരു ട്രസ്റ്റി പോലെ നിലനിൽക്കണമെന്നാണ്, മുതലാളിമാർ ഒരു ട്രസ്റ്റി പോലെ നിലനിൽക്കണമെന്നാണ് ഗാന്ധിജി മുന്നോട്ട് വച്ച ആശയം ട്രസ്റ്റിഷിപ്പിലൂടെ. ആ ട്രസ്റ്റിഷിപ്പിൽ പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികളില്ല. ട്രസ്റ്റികൾ മാത്രമായിരിക്കുകയില്ല, അതിൻ്റെ അവകാശികൾ എന്ന് ശരിക്കും പറയുന്നത് ആരായിരിക്കണം? പൊതുജനങ്ങളായിരിക്കണം എന്നാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയം. മാന്യമായി ജീവിക്കാൻ ഉതകുന്ന കുറഞ്ഞ വേതനം നിശ്ചയിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിനും പരിധി കൽപ്പിക്കേണ്ടതുണ്ട്. നാം കണ്ടിട്ടുണ്ട് ഒരേ തൊഴിൽ ചെയ്യുന്ന പലർക്കും പല വേതനം എന്ന വ്യവസ്ഥ. എന്നാൽ ഒരാൾക്ക് മാന്യമായി ജീവിക്കാൻ ഒരു മിനിമം വേതനം എന്ന് നിശ്ചയിക്കുന്നത് പോലെ അതിനൊരു ലോവർ ലിമിറ്റ് നിശ്ചയിക്കുന്നതിന് പോലെ അതിനൊരു ഉയർന്ന പരിധിയും കൽപ്പിക്കണം, അതായത് അപ്പർ ലിമിറ്റും കൂടി കൽപ്പിക്കണം എന്നതാണ് ഗാന്ധിജി ട്രസ്റ്റിഷിപ്പിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ആശയം. ഉൽപാദനത്തിന് സ്വഭാവം നിശ്ചയിക്കുന്ന വ്യക്തികളുടെ ഹിതമോ അഹിതമോ അനുസരിച്ചല്ല, സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചായിരിക്കണം. അതായത് നാം ഒരു ഉൽപ്പന്നത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ കുറച്ച് വ്യക്തികളെ മാത്രം കേന്ദ്രീകരിച്ചായിരിക്കരുത്. ഓരോന്നും ഉൽപ്പാദിപ്പിക്കുന്നത് ആ സമൂഹത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം എന്നാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച അടുത്ത ആശയം. അപ്പോൾ ഈ ട്രസ്റ്റിഷിപ്പിലൂടെ ഗാന്ധിജി വെച്ച ആശയങ്ങൾ നാം മനസ്സിലാക്കി. മുതലാളി ഒരു ട്രസ്റ്റി പോലെ വർത്തിക്കണം, അതിന് പൊതുജനങ്ങളായിരിക്കണം അനന്തരാവകാശികൾ. ഓരോരുത്തർക്കും മാന്യമായി ജീവിക്കാൻ ഒരു മിനിമം കുറഞ്ഞ വേതനം നിശ്ചയിക്കുന്നത് പോലെ തന്നെ ഉയർന്ന വേതനവും നിശ്ചയിക്കണം എന്ന് പറഞ്ഞു. കൂടാതെ ഉൽപാദനത്തിന് സ്വഭാവം നിശ്ചയിക്കുന്നത് സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചായിരിക്കണം എന്നാണ് പറയുന്നത്. ഗാന്ധിജിയുടെ ഈ ആശയങ്ങൾ നമുക്ക് ഒന്ന് ചുരുക്ക രൂപത്തിൽ
നോക്കാം. കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം. അതായത് നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായും ആളുകൾ പ്രാഥമിക മേഖലയായ കൃഷിയെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ആ കാർഷിക മേഖലയ്ക്കായിരിക്കണം നാം കൂടുതൽ പ്രാധാന്യം നൽകണം എന്നതാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയം. മാത്രമല്ല, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന നൽകണം. നമ്മുടെ സെക്കൻഡറി സെക്ടറായ വലിയ വ്യവസായങ്ങൾക്കല്ല, പകരം ചെറിയ കുടിൽ വ്യവസായങ്ങൾക്ക്, ചെറുകിട വ്യവസായങ്ങൾക്ക് എല്ലാം പരിഗണന നൽകണം. കാരണം എന്താണ്? അതിലാണ് ഏറ്റവും കൂടുതൽ സാധാരണക്കാർ പണിയെടുക്കുന്നത്. കൂടാതെ സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. സമത്വം, എല്ലാവർക്കും ഈക്വലാണ്, എല്ലാവരും തുല്യരാണ് എന്ന നിലയിലായിരിക്കണം. അങ്ങനെയായിരിക്കണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം എന്നാണ് ഗാന്ധിജി പറയുന്നത്. മറ്റൊരാശയം എന്ന് പറയുന്നത് സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഓരോരുത്തരെയും ഏതെങ്കിലും തൊഴിൽ സ്വയം പര്യാപ്തമാക്കണം. മറ്റുള്ളവരെ ആശ്രയിക്കാതെ എല്ലാവരും അവനവന് പറ്റാവുന്ന രീതിയിൽ, അത് ഏത് മേഖലയിലായിക്കോട്ടെ, അവന് പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ സമ്പദ് വ്യവസ്ഥ രൂപീകരിക്കേണ്ടത് എന്നാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങൾ. നാം മുന്നേ ചർച്ച ചെയ്ത ആശയങ്ങളുടെ ഒരു ചുരുക്ക രൂപമാണ് നൽകിയിരിക്കുന്നത്. നാം ഇന്ന് കേട്ടതിൽ ഏറ്റവും സുപരിചിതനായ ഒരു ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര ചിന്തകനാണ് അമർത്യ സെൻ. 1998 അദ്ദേഹത്തിന് നോബൽ സമ്മാനം, ഇക്കണോമിക്സിൽ, അതായത് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. ഇദ്ദേഹത്തിൻ്റെ പല ആശയങ്ങളും ലോകപ്രശസ്തമായി അംഗീകരിക്കപ്പെട്ടതാണ്. മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം എന്നീ വിഷയങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചത്. അതായത് എല്ലാവർക്കും ക്ഷേമം വരത്തക്ക രീതിയിലായിരിക്കണം നമ്മുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെന്നും, അസമത്വം വേണമെന്നും, വികസനം, ഡെവലപ്മെൻറ്റ്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വികസിത രാജ്യമാണ്, വികസ്വര രാജ്യമാണ്. ആ വികസ്വര രാജ്യത്തിൽ നിന്ന് നമ്മളെ വികസിത രാജ്യമാക്കി മാറ്റണം എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച മറ്റൊരു ആശയം. പിന്നെ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിന് അപാകത അമർത്യ സെൻ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ നമ്മുടെ ദാരിദ്ര്യരേഖ എന്ന് പറയുന്നത് എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഒരു ലൈൻ വയ്ക്കും. അത് റൂറൽ ഏരിയയിലായാലും അർബൻ ഏരിയയിലായാലും ഒരു ലൈൻ വയ്ക്കും. ഇത്ര ശതമാനത്തിന് മുകളിലുള്ളവരെ എബോവ് പോവർട്ടി ലൈനിലും ആ ലൈനിൽ താഴെയുള്ളവരെ ബിലോ പോവർട്ടി ലൈൻ, അതായത് BPL കാറ്റഗറി, APL കാറ്റഗറി എന്നിങ്ങനെ തരംതിരിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ്. പണ്ട് ഇത്തരത്തിൽ എന്നത് ഒരു പറ്റാവുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല. ഈ പ്രശ്നത്തെ അദ്ദേഹം ഇന്ത്യൻ സാമ്പത്തിക ചരിത്രത്തിൽ ചൂണ്ടിക്കാട്ടി. ഇവയെല്ലാമാണ് നാം ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. നാം ഇതുവരെ വ്യത്യസ്ത തരം സാമ്പത്തിക ശാസ്ത്ര ചിന്തകന്മാരെക്കുറിച്ച് ചർച്ച ചെയ്തു. അവസാനമായി മഹാത്മാഗാന്ധിയെയും അമർത്യ സെന്നിനെയും നാം പരിചയപ്പെട്ടു. ഈ പാഠഭാഗത്തിൽ നാം ഒന്ന് ക്രോഡീകരിക്കുകയാണെങ്കിൽ ശാസ്ത്ര ചിന്തകൾ എന്ന പാഠഭാഗത്തെ രണ്ടായി തരംതിരിച്ച് നാം പഠിച്ചു. ഒന്നെന്ന് പറയുന്നത് ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ.
അത് എന്ത്, എങ്ങനെ, ആർക്കു വേണ്ടി എന്നിവയെല്ലാം നാം ആദ്യ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തു. പിന്നീട് നാം വിവിധ സാമ്പത്തിക ശാസ്ത്ര ചിന്തകന്മാരെ കുറിച്ച് പഠിച്ചു. അവിടെ പാശ്ചാത്യ സാമ്പത്തിക ചിന്തകന്മാരെയും ഇന്ത്യൻ സാമ്പത്തിക ചിന്തകന്മാരെയും കുറിച്ച് നാം മനസ്സിലാക്കി. പാശ്ചാത്യ സാമ്പത്തിക ചിന്തകന്മാരായ ആഡം സ്മിത്ത്, കാൾ മാർക്സ്, ആൽഫ്രഡ് മാർഷൽ, ലയണൽ റോബിൻസ്, പോൾ സാമുവൽസൺ എന്നീ പാശ്ചാത്യ സാമ്പത്തിക ചിന്തകന്മാരെക്കുറിച്ച് നാം അറിഞ്ഞു. പിന്നീട് ഇന്ത്യൻ സാമ്പത്തിക ചിന്തകന്മാരായ ചാണക്യൻ, ദാദാഭായ് നവറോജി, ഗാന്ധിജി, അമർത്യ സെൻ എന്നിവരെക്കുറിച്ചും നാം മനസ്സിലാക്കി. ഇവയെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര ചിന്തകനായ ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളിൽ സ്വാധീനിക്കപ്പെട്ട പല പ്രമുഖന്മാരും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ്. ജെ.സി. കുമരപ്പ, ശ്രീമൻ നാരായണൻ, ധരംപൽ എന്നിവർ. ഇവരെല്ലാം ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് വന്ന സാമ്പത്തിക ശാസ്ത്ര ചിന്തകന്മാരാണ്. ഈ പാഠഭാഗം വളരെ സുഗമമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വർക്കുകൾ ചെയ്തു നോക്കാം. ആധുനിക ലോകത്ത് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്? കുറിപ്പ് തയ്യാറാക്കും. നാം ഗാന്ധിജിയെയും ഗാന്ധിജിയുടെ ആശയങ്ങളെയും കുറിച്ച് പഠിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ആധുനിക ലോകത്ത് ഗാന്ധിജിയുടെ ഈ ആശയങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് കണ്ടെത്തി ഒരു കുറിപ്പ് പോലെ തയ്യാറാക്കുക. ഇവിടെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര ചിന്തകന്മാരെക്കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ പല സൈഡിലും ഒന്നില്ലെങ്കിൽ ചിന്തകന്മാരെയോ അല്ലെങ്കിൽ അവരുടെ പ്രധാന ആശയങ്ങളോ വിട്ടുപോയിട്ടുണ്ട്. ഇവ ക്ലാസ്സുകൾ കേട്ട് മനസ്സിലാക്കി വിശദമാക്കി പൂരിപ്പിക്കുക. ഇവിടെ നാം കുറച്ച് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര ചിന്തകന്മാരെക്കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്തത്. ഇനി നിങ്ങൾ ഇൻ്റർനെറ്റുകളിലും പുസ്തകങ്ങളിലും മറ്റും നോക്കി മറ്റു ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര ചിന്തകന്മാരെക്കുറിച്ച് കണ്ടെത്തി ഒരു പതിപ്പ് പോലെ തയ്യാറാക്കൂ. താങ്ക് യു.